സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇത് വന്നിട്ട് അൺചാർട്ടഡ് 3ന്റെ എപ്പിസോഡ് 3 ആണ്. അപ്പൊ എല്ലാവരും സ്കിപ്പ് അടിക്കാണ്ട് മൊത്തം ഇരുന്ന് കാണണം. അപ്പൊ ഇത് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞു നിർത്തിയത് വിക്ടറിന്റെ ചെറുപ്പക്കാലമായിരുന്നു. വിക്ടറിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നതാണ്. അപ്പൊ വിക്ടർ വന്നിട്ട് എന്താണ് ഈ മറ്റേ നിധി അഴിച്ചു മാറ്റണം പറഞ്ഞിട്ട് നിധി അഴിച്ചു മാറ്റാൻ പോകണം. അപ്പൊ ഇത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് ഈ മ്യൂസിയത്തിൽ എവിടെയോ ആണ് തോന്നുന്നത് ഈ നിധി. അപ്പൊ ഈ മ്യൂസിയത്തിൽ എല്ലാവരെയും തപ്പി നോക്കണം. ഈ മ്യൂസിയത്തിൽ എവിടെയൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾക്കൊന്ന് തപ്പി നോക്കാം. ഇവിടെ ഉണ്ടോ നോക്കാം നമ്മൾക്ക്. ഇവിടെ മറ്റേ ഓഷ്യൻ സെറ്റപ്പാണ്. മറ്റെന്തായിരുന്നു ഓഷ്യൻ ഇല്ലേ, കടല് പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ മ്യൂസിയത്തിൽ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ബുക്ക് തുറന്ന് നോക്കാം നമുക്ക്. ഡാർക്ക് ഷിപ്സ് നമ്മൾക്ക് മറ്റേ റിംഗ് ആണ് ഗൈസ് കണ്ടുപിടിക്കേണ്ടത്. മറ്റേ റിംഗ് ഉണ്ടാവുമല്ലോ, അതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അത് എവിടെയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ ഇവിടെയൊക്കെ ഉണ്ട്. ഇത് നമ്മൾ പറഞ്ഞു നോക്ക്, ഷിപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചക്രമാണ് ബാഹുബലി സിനിമയിലുള്ളത്. കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും. എപ്പിസോഡ് 2 കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും. ഇതിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ കുറെ സ്വർണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ ഇല്ല ഗൈസ്. ഓക്കെ, ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, സ്വർണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുറെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഷിപ്പും കാര്യങ്ങളും എല്ലാതും ഉണ്ട്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മൾക്കിത് അടിച്ചു മാറ്റി കൊണ്ടുപോകണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. അത് എന്താണ് ഈ വിക്ടറില്ലേ, ഈ വിക്ടറിന്റെ ഏട്ടൻ എന്താണ്, വിക്ടർ ചെറുതായിരിക്കുമ്പോൾ വിക്ടറിന്റെ ഏട്ടൻ വന്നിട്ട് മെമ്മറിക്ക് വേണ്ടിയിട്ട് ആ ഒരു റിങ് ഇവന്റെ കയ്യിൽ കൊടുത്തതാണ്. അപ്പൊ ഈ റിങ് വന്നിട്ട് കുറെ പേര് അടിച്ചു മാറ്റിക്കൊണ്ട് മ്യൂസിയത്തിലൊക്കെ വെച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവൻ തിരിച്ചു വന്നിട്ട് മ്യൂസിയത്തിൽ ഈ റിങ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് കണ്ടുപിടിക്കണം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അൺചാർട്ടഡ് 3 പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും. ഈ സിനിമനെ ആസ്പദമാക്കിയിട്ടാണ് ഈ അൺചാർട്ടഡ് 3 പറഞ്ഞ ഗെയിം ഇറക്കിയത്. അത് നമ്മൾ എപ്പിസോഡ് 1ൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പിസോഡ് 1ഉം 2ഉം കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കാണുക. അതിനുശേഷം മാത്രം എന്താണ് ഈ എപ്പിസോഡ് 3 കാണുക. അപ്പോഴേ ഇതിന്റെ സ്റ്റോറിയൊക്കെ കുറച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾക്ക് അത് ഉണ്ടോന്ന് കണ്ടുപിടിക്കണം. നമ്മൾ എന്തായാലും കണ്ടുപിടിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പൊ ഇവിടെ കുറെ പേരൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് ഒരു വലിയ ഷിപ്പ് ഉണ്ട്, അവരുണ്ടാക്കിയിട്ടുണ്ട് ഒരു വലിയ ഷിപ്പ്. അവിടെ ഇല്ല, ഇത് വന്നിട്ട് മറ്റേ കാറിന്റെ ഗിയർ പോലെ ഉണ്ട്. ഇതെന്താന്ന് എനിക്ക് നേരം മനസ്സിലായില്ല. അതിൻ്റെ ഡിസ്പ്ലേ കേസ് വിത്ത് ഡാർക്ക് ആർട്ടിഫിക്കറ്റ്സ്. നമ്മൾ ചിലപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി ഗാർഡ് വന്ന് നമ്മളെ ചിലപ്പോൾ പുറത്താക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ടോ ഇത് ഈ ഒരു സ്ഥലത്ത്? നമുക്ക് നോക്കാം ഗൈസ്. അവിടെ ഇല്ല. അവിടെ അതൊരു ബെല്ലാണ് കേട്ടോ, അതൊരു ബെല്ലാണ്. അവിടെ ഇല്ല. ഇനി വേറെ എന്തെങ്കിലും സ്ഥലത്ത് ഉണ്ടാ നോക്കണം. നോക്കാം ഗൈസ്. നമുക്ക് താഴെ തന്നെ ഉണ്ടാവും, എവിടെങ്കിലും താഴെ തന്നെ എവിടെങ്കിലും ഉണ്ടാവും. നമ്മൾക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ ഒരു ഓഷ്യൻ സെറ്റപ്പ് ഒക്കെ ഉണ്ട്, ഒരു ഓഷ്യൻ സെറ്റപ്പ്. അൺചാർട്ടഡ് 3 സീനാണ് ഗൈസ്. കഴിഞ്ഞ വാട്ടി ചെയ്ത മാതിരി നമ്മൾ എന്താണ് കണ്ടുപിടിക്കാണ്ടൊന്നും പോകത്തില്ല. ഇപ്രാവശ്യം നമ്മൾ എന്തായാലും കണ്ടുപിടിക്കുന്നതായിരിക്കും ഗൈസ്. നമ്മൾക്ക് ഈ മിഷീനൊക്കെ തീർക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇതിന്റെ സ്റ്റോറിയൊക്കെ എനിക്ക് ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ എന്തായാലും അങ്ങനെ നമ്മൾ ഫൈനലി ഒരു റിങ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളുടെ സെക്യൂരിറ്റി ഗാർഡ് നമ്മളെ ഒന്ന് പുറത്താക്കി. ഇത് നമ്മൾക്കൊരു എന്താണ് ഗ്രീൻ കളർ ഷർട്ട് ഇട്ട് ഒരാളിനെ കണ്ടുപിടിക്കണം. അയാൾ ഇതാ ഈ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്. ഈ ഡോർ തുറന്നിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. നമ്മളും അപ്പൊ ഡോർ തുറന്ന് അപ്പുറത്തേക്ക് അയാളിനെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ എവിടെയാണ് അയാൾ ഇരിക്കുന്നത്. ഇവിടെ അടുത്ത് ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയാളുടെ അടുത്ത് പോകണം നമ്മൾക്ക്.
എന്നിട്ട് അയാളിന്റെ എന്തോ കീ എന്തോ അഴിച്ചു മാറ്റണം. ഓക്കെ, ഇവിടെ അകത്ത് അയാളുടെ കീ എന്തോ അഴിച്ചു മാറ്റണം എന്നാണ്. അവിടെ കീന്റെ ചിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയാളിനെ ഫോളോ ചെയ്ത് പോകണം. അത് നമ്മൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഈ ഡോറ് വഴിയാണ് അയാൾ തുറന്ന് പോയത്. അതിപ്പോ ലോക്ക് ആണോ എന്ന് അറിയാൻ പാടില്ല. നമ്മൾ അകത്ത് പോകുന്ന സമയത്ത് മാത്രം അത് തുറക്കാൻ പറ്റില്ല. GTA 5 ഉദയമാതിരി തന്നെയാണ്. മൈക്കിളിന്റെ കാർ കളിച്ചു മാറ്റാൻ വേണ്ടി പോകുന്ന സമയത്ത് ഡോറ് തുറക്കില്ല. അപ്പൊ ഫ്രാങ്ക്ലിൻ എങ്ങനെയൊക്കെ പോയിട്ട് അകത്ത് കയറിയിട്ട് മൈക്കിളിന്റെ കാർ കളിച്ചു മാറ്റും. അതേമാതിരി തന്നെയാണ് ഈ അൺചാർട്ടഡ് 3 ഈ ഡോറ് വന്നിട്ട് തുറക്കുന്നില്ല. അയാൾ പോയ വഴി കൂടെ നമ്മൾക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് ഈ ഡോറ് വന്നെന്തോ ലോക്കായി. ഈ ചാക്കിന്റെ മേലെ കൂടിയൊക്കെ ചാടിയിട്ട് മുകളിൽ പോയിട്ട് അയാളിനെ കണ്ടുപിടിക്കണം. അയാളുടെ അടുത്ത് പോകണം നമ്മൾക്ക്. ഇവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ ഗൈസ്. ഇവിടെ ഒന്നുമില്ല. നേരെ അപ്പുറത്തൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഒക്കെ ഉണ്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അയാൾ ഇവിടെ എവിടെങ്കിലും തന്നെ ഉണ്ടാവും. അയാൾ വേറെ സ്ഥലത്ത് പോവാൻ ചാൻസ് ഇല്ല. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ ഏകദേശം ഒരു മുകളിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി കയറി പോകണം. അസാസിൻസ് ക്രീഡ് പറഞ്ഞ ഗെയിമിൽ ഉദയമാരെ നമ്മൾക്ക് ഇതിനെ കയറി പോകണം. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങനെ പിടിച്ചിട്ട് ബാൽക്കണീന്റെ മേലെ അങ്ങനെ എന്തോ ആണ്. നമ്മളത് സ്റ്റക്കായോ? അയ്യോ, സ്റ്റക്കായതുകൊണ്ട് ഇല്ല. നമുക്ക് ബാൽക്കണീന്റെ മേലെ കയറണം. ഇതിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അയാളിനെ കാണാൻ പറ്റും, ഒരു പച്ച ഷർട്ടുകാരൻ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് പോകണം. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് ചാടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ മുകളിൽ ഇങ്ങനെ പിടിച്ച് കയറണം. നമ്മൾക്ക് അത് പിടിച്ച് കയറണം ഗൈസ്. ശ്രദ്ധ, ഇപ്പൊ തിരിച്ചു വന്ന സ്ഥലത്ത് തന്നെ എത്തി. നമ്മൾക്ക് അങ്ങോട്ടേക്ക് ചാടാം. ഓക്കെ, ചാടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ തന്നെ മുകളിൽ പോവാ. ഓക്കെ, ഇവിടെ നമ്മൾ പിടിച്ച് കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇത് പച്ച ഷർട്ടുകാരൻ അവനല്ലത്. ഓക്കെ, നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയിട്ട് എന്തോ കീ കൊടുക്കുന്നു. ആ കീയാണ് നമ്മൾ കളിച്ച് മാറ്റേണ്ടത്. അതവന്റെ പേഴ്സി വെച്ചിട്ടുണ്ട്. ഈ പേഴ്സ് ആണ് നമ്മൾക്ക് അടിച്ചു മാറ്റണം. നമ്മൾ നേരത്തെ റിങ് അഴിച്ചു മാറ്റിയ മേലെ തന്നെ ഈ കീ എന്തോ അഴിച്ചു മാറ്റണം ഗൈസ്. അപ്പൊ നമ്മൾക്ക് ഈ കീ അഴിച്ചു മാറ്റാൻ വേണ്ടിട്ട് പോവാ. അവൻ വന്ന് താഴെ പോയിട്ടുണ്ട് ഇതുകൊണ്ട്. അപ്പൊ നമ്മൾക്ക് താഴെ പോവാ ഗൈസ്. താഴെ പോയിട്ട് അവന്റെ പേഴ്സ് അഴിച്ചു മാറ്റിയാൽ നമ്മൾക്ക് അവന്റെ കയ്യിൽ നിന്ന് ഇരിക്കുന്ന കീയോ അഴിച്ചു മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് താഴെ പോവാ. അയ്യോ, നമ്മൾ മുകളിൽ തൊങ്ങുന്നു. താഴേക്ക് വീണ് കഴിഞ്ഞാൽ കത്തം. അയ്യോ, നമ്മളിവിടെ കുടുങ്ങി തോന്നുന്നു ഗൈസ്. എങ്ങനെയെങ്കിലും താഴെ ചാടണം. പക്ഷെ ചാടിക്കഴിഞ്ഞാൽ നമ്മൾ മരിക്കുക, അതെന്തായാലും ഉറപ്പ്. ഓക്കെ, നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇത്തിരി കുഴപ്പമില്ല തോന്നുന്നു.